ഹായ് ഫ്രണ്ട്സ്, ഇപ്പം എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ആഴ്ച റിലീസായ ഫിലിമിൽ നമ്മളൊരു പടം മാത്രമാണ് കാണാൻ പെൻഡിങ് ഉണ്ടായിരുന്നത്, DNA. അപ്പോൾ ഇന്നലെ നമ്മൾ പെരുന്നാളൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് കസ്റ്റമറെ കണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ കൊടുങ്ങല്ലൂർ വരെ പോയി തിരിച്ചു വരുമ്പോൾ സമയം ഏകദേശം 5:30 ആയിട്ടുണ്ട്. അപ്പോൾ ഷോർട്ട് ടൈം നോക്കിയപ്പോൾ തൃശ്ശൂർ രാംദാസിൽ പടം ഉണ്ട്. അപ്പോൾ ഒന്നും ആലോചിച്ചില്ല, കൂട്ടുകാരനുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഫിലിമിന് കയറി. അപ്പോൾ DNA എന്ന് പറഞ്ഞ പടം എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് ഓർമ്മ വരും എന്താ, എനിക്ക് ഫസ്റ്റ് ഈ പടം കാണാൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ TK സുരേഷ് എന്ന സംവിധായകനാണ്. ആളൊരു 11 വർഷത്തിന് ശേഷമാണ് പടം ചെയ്യുന്നത്. ആളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മമ്മൂക്കയുടെ കോട്ടയം കുഞ്ഞച്ചൻ, അതുപോലെ തന്നെ കിഴക്കൻ പത്രോസ്, പ്രായിക്കര പാപ്പാൻ, ഉപ്പുകണ്ട ബ്രദേഴ്സ് ഈ പടമൊക്കെ സംവിധാനം ചെയ്ത ആ ചേട്ടനാണ് ഈ പടം സംവിധാനം ചെയ്തത്. ആഫ്റ്റർ 11 ഇയേഴ്സ് 11 വർഷത്തിന് ശേഷമാണ് ആൾ ഈ പടം സംവിധാനം ചെയ്യുന്നത്. 11 വർഷങ്ങൾക്ക് ശേഷം. അപ്പം അതുവരെ ആളൊരു പടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്, സ്ക്രിപ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്നൊക്കെ പറയാം നമുക്ക്. അപ്പൊ സംവിധാനം ചെയ്ത പടത്തിലെ നായകനാരാ? നമ്മുടെ സ്വന്തം മമ്മൂക്കയുടെ സഹോദരി പുത്രൻ. ആളെ പേരെന്താ? അഷ്കർ സൗദാൻ. അപ്പൊ ചുള്ളനാണ് നായകൻ. അപ്പൊ ആ പേരിലാണ് പടം ഒന്നുകൂടി അറിയപ്പെടുന്നത്, മമ്മൂട്ടിയുടെ സഹോദരി പുത്രൻ നായകനായിട്ട് അഭിനയിക്കുന്ന പടം. അപ്പോ എന്നെ സംബന്ധിച്ച് TK സുരേഷ് ചേട്ടനെ കണ്ടിട്ടാണ് ഞാൻ പടത്തിന് കയറുന്നത്. അപ്പോൾ എനിക്ക് പേഴ്സണലി പടം വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു 10-15 കൊല്ലം മുമ്പ് പറയേണ്ട ഒരു കഥ ഇപ്പൊ നമ്മൾ കുറച്ച് പുതിയ രൂപത്തിലൊക്കെ എടുത്ത് കുറച്ച് എന്താ പറയാ, ഈ തമിഴ് തെലുങ്ക് പടം കാണുന്ന പോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ അതിൽ കൊണ്ടുവന്ന് കുറച്ച് അനാവശ്യമായ കുറെ BGM-ഉം കുറേ സംഭവങ്ങൾ വർക്കൗട്ട്, ഒരു കണക്ഷൻ ഇല്ലാത്ത, പ്രത്യേകിച്ച് ഡയലോഗ് ഡെലിവറി, സംഭാഷണ സ്ക്രിപ്റ്റൊക്കെ വളരെ ശോകമായിരുന്നു. പക്ഷെ പടത്തില് സാധനം എന്തൊക്കെ ഉണ്ടായിരുന്നു സംഭവം. അത് കണക്ഷനൊക്കെ വെച്ച് ക്ലൈമാക്സിൽ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ക്ലൈമാക്സിൽ അവസാനത്തെ 20 മിനിറ്റൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സുരേഷ് ചേട്ടന്റെ ഡയറക്ഷൻ എക്സ്പീരിയൻസിൽ കുറെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ശരി തന്നെയാണ്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ പടം നന്നാക്കാമായിരുന്നൊരു മൂവി ആയിരുന്നു ശരിക്കും. പക്ഷെ എവിടേക്കോ ഒരുപാട് പാളിച്ചകൾ പറ്റി. 2.5 മണിക്കൂർ നേരം കണ്ടിരുന്നെന്ന് മാത്രം, തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് കയറി കണ്ടിരുന്നെന്ന് മാത്രം. ഒരുപാട് കാസ്റ്റിംഗ് കൊണ്ടുവന്നേക്കാണ്. അതാണ് പിന്നെ അടുത്ത് പറയാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാബാനണി തുടക്കത്തിൽ കാണിക്കുന്നുണ്ട്, ചെന്നൈയാണ് ആദ്യം കാണിക്കുന്നത്, ഒരു കൊലപാതകത്തിന്റെ ഭാഗമായിട്ട് ആള് കാണിക്കുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് ആൾക്ക് ട്രാൻസ്ഫർ ആണ്. എന്താ സംഭവം എന്ന് പടം കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായില്ല. പടം കണ്ട ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ വരുന്നത് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആളെ കാണിക്കുന്നില്ല. പിന്നെ കൊച്ചിക്കാണ് കാണിക്കുന്നത് പടത്തിൽ. പിന്നെ നേരത്തെ കൊച്ചിക്കാണ് വരുന്നത്. കൊച്ചിയിൽ നടക്കുന്ന 3 കൊലപാതകങ്ങൾ, അതിനായിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ്. നമുക്ക് ബ്രൂട്ടലായിട്ടുള്ള കൊലപാതകങ്ങളാണ്. അതൊക്കെ എടുത്ത രീതിയൊക്കെ വളരെ നന്നായിട്ടുണ്ട്, എടുത്ത് പറയേണ്ട കാര്യമാണ്. ബ്രൂട്ടൽ എന്ന് വെച്ചാൽ അത്രയും ബ്രൂട്ടലായിട്ടുള്ള കൊലപാതകങ്ങളാണ് 3. അത് നമുക്ക് സത്യം പറഞ്ഞ ചില ആളുകൾ കണ്ണടച്ചിരിക്കുന്ന രീതിയിലുള്ള വയലൻസ് പോലത്തെ സംഭവങ്ങൾ അതിൽ കാണിക്കുന്നുണ്ട്. അതൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്, നന്നായി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതില് ബാബാണിവിനെ കണ്ടിട്ടില്ലാണ് സത്യം. പിന്നെ റായലക്ഷ്മി ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ റോള് നന്നായിട്ട് ആൾ ലിമിറ്റേഷൻസിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രതീഷിന്റെ പുത്രൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നാസിക, ലിനിയ, രവീന്ദ്രൻ, അജു വർഗീസ്, ഇടവേള ബാബു. അജു വർഗീസിന് ഇടവേള ബാബുവിനേക്ക് എന്തിന് ഇതിൽ കണക്ട് ചെയ്ത് കൊണ്ടുവന്നു പടത്തില് സാധനം പിന്നെ സുധീർ, റിയാസ് ഖാൻ, ഹന്ന, ഒരുപാട് കാസ്റ്റിംഗ് ഈ പടത്തിൽ കൊടുത്തിട്ടുണ്ട്. ഒരു 3 കൊലപാതകമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന സംഭവമാണ്. അതിന് പ്രതികാരം ചെയ്യുന്നു. ക്ലൈമാക്സ് പ്രഡിക്റ്റബിൾ ആണ്. പക്ഷെ ക്ലൈമാക്സ് പ്രഡിക്റ്റബിൾ ആയാലും അവസാനത്തെ ഒരു ടിസ്റ്റ് അത് നൈസായിട്ട് എനിക്ക് തോന്നി. ഞാൻ ചിറങ്ങി പോരുമ്പോൾ എന്താ ഉള്ളിലൊരു സാധനം എന്തെങ്കിലും കിട്ടിയെന്നൊരു ഫീല് തോന്നി. പടം ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടം, വലിയ സംഭവം എന്നൊന്നും ഞാൻ പറയില്ല. വേണമെങ്കിൽ വോൾട്ടയും നിങ്ങൾക്ക് കാണാം, അത്രമാത്രം പറയാനുള്ളൂ. പിന്നെ ഒരുപാട് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട് ഈ പടത്തില്. അപ്പൊ അതൊക്കെ ഒരു പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കാം. എന്നെ സംബന്ധിച്ച് എനിക്കൊരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആണ് ഈ പടത്തിന് തോന്നിയത്. കുറെ നല്ല ഭാഗങ്ങളുണ്ട്, കുറെ നല്ല മൊമെന്റ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി മൊത്തത്തിൽ ഒരു പടം ഫിലിം എന്ന രീതിയിൽ വിലയിരുത്തുന്ന സമയത്ത് വളരെ മോശം ഒരു ഇതാണ് എനിക്ക് കിട്ടിയത്. തിയേറ്ററിൽ അങ്ങനത്തെ റെസ്പോൺസ് തന്നെയായിരുന്നു കിട്ടിയിരുന്നത്. ക്ലൈമാക്സിന് മാത്രമാണ് കുറച്ച്, അല്ലെങ്കിൽ തിയേറ്ററിലൊക്കെ ഫുള്ള് കൗണ്ടറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ക്ലൈമാക്സിന് മാത്രമാണ് കുറച്ച് ആളുകൾ മിണ്ടാതിരുന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇതിലെ സംഭാഷണം അത് വളരെ സ്ക്രിപ്റ്റിന്റെ പോരായ്മയൊക്കെ വളരെ ശരിക്കും എടുത്ത് കാണിക്കുന്നുണ്ട്.
ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് കണക്ഷൻ ഇല്ലാതെ എവിടെ എത്തി നിൽക്കുക, എന്താ പറയാ, എവിടെ എത്തുന്നില്ല. അങ്ങനത്തെ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. ശരിവേ പിന്നെ നമുക്ക് ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡയറക്ടറാണ് ഈ പടം ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കലും. പുതുമുഖ നായകനായാലും അയാളെ വെച്ച് ചെയ്യിക്കാൻ എത്ര എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഈ നമ്മുടെ ഡയറക്ടർ. കോട്ടയം കുഞ്ഞച്ചൻ, കിഴക്കൻ പത്രോസ്, ഉപ്പങ്കണ്ടം പ്രദേശമൊക്കെ ചെയ്ത ആളാന്ന് പറയുമ്പോൾ നമുക്കറിയാം. കോട്ടയം കുഞ്ഞച്ചൻ മാത്രം മതി. പിന്നെ മമ്മൂക്കയുടെ സഹോദരിപുത്രൻ എന്നുള്ള രീതിയിൽ അപ്പോൾ ഈ കോട്ടയം കുഞ്ഞച്ചൻ ചെയ്ത ഒരാളാണ് ആ റേഞ്ചിൽ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സാധനമൊന്നും ഇല്ല. പക്ഷെ ആള് സ്കിൽഡാണ്, ആളായിത്ത പടമാണ്, കയറി വരാൻ സാധ്യതയുണ്ട്. ലുക്കും കാര്യങ്ങളൊക്കെ സൈഡ് ലുക്കൊക്കെ ഒരു മമ്മൂട്ടി ലുക്കൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവരുടെ ഡയലോഗ് ഡെലിവറിയുടെ സമയത്ത് മമ്മൂട്ടിയുടെ വോയിസ് ഇടയിൽ കിട്ടുന്നുണ്ട്. എന്തായാലും ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് വരാൻ കഴിവുള്ള ഒരു നടൻ തന്നെയാണ്. നല്ല സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ആളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പോളിഷ് ചെയ്തെടുത്ത് കൊണ്ടുവരാൻ പറ്റിയൊരു സംഭവം ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നാണല്ലോ. എന്തായാലും മമ്മൂക്കയുടെ ഒരു കുടുംബത്തിൽ നിന്നാണല്ലോ, അപ്പൊ അതിന്റെ ഒരു ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഇതാണ് ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. തിയേറ്ററിൽ ഇന്നലെ കാണുന്ന സമയത്ത് ഒരു 50% ആളുകൾ ഉണ്ടായിരുന്നു പടത്തിന്. ഞായറാഴ്ച പെരുന്നാളൊക്കെ ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. മുകേഷ് ബൈ. ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, എൻ്റെ മാത്രം ഒപ്പീനിയൻ ആണ്. ഓക്കെ, അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം.